ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ഇമ്മക്കുട്ടിയും കൂടെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ നന്നേ പുലർച്ചെ തന്നെ ഇറങ്ങിയിരുന്നു. നോക്കിക്കേ, ഉദയസൂര്യൻ്റെ രശ്മികൾ ഏറ്റുവാങ്ങുന്ന പാടവരമ്പത്തൂടെ അല്ല, ഞങ്ങൾ പാടത്തിൻ്റെ സൈഡിലുള്ള റോഡിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തൊട്ടിപ്പുറത്തെ സൈഡിൽ കാണുന്നത് പമ്പ നദിയാണ്. ഒരു സൈഡിൽ പമ്പ, ഒരു സൈഡിൽ പാടം. അങ്ങനെയാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാനായിട്ട്. രാവിലത്തെ വെയിലേറ്റിട്ട് ഇമ്മക്കുട്ടി ഇങ്ങനെ ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുകയാണ്. ഇമ്മക്കുട്ടിയുടെ വീഡിയോസൊക്കെ ഞാനപ്പോൾ എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം കാറിൽ പോയിട്ട് കുറച്ച് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ KSRTC ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ KSRTC ബസ്സിന് അപ്പൂപ്പൻ്റെയൊക്കെ വീട്ടിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറേ കാണിച്ചു തരാം. KSRTC ബസ്സിലെ യാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്രയാണ്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് പോയിരുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അപ്പൂപ്പൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ആദ്യം വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇമ്മക്കുട്ടിയുടെ പഴയ അംഗനവാടിയിലേക്ക് പോയി. ഇമ്മക്കുട്ടി ആദ്യം അംഗനവാടിയിൽ ചേർത്തത് എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ ഇമ്മക്കുട്ടിയുടെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ടീച്ചറിനെയൊക്കെ കാണാൻ ആഗ്രഹം തോന്നിയിട്ട് ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോയി. പക്ഷേ അംഗനവാടി അടച്ചിട്ടേക്കുമായിരുന്നു. ശനിയാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ട് എന്താണെന്നറിയില്ല, അവധി വല്ലതും ഉണ്ടായിരുന്നോ എന്നറിയില്ല. അപ്പോൾ അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ കാണാൻ പറ്റിയില്ല, ടീച്ചറിനൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് ഇമ്മക്കുട്ടിയുടെ, ആ ഗേറ്റ് കാണുന്നതാണ് ഇമ്മക്കുട്ടിയുടെ ആദ്യത്തെ അംഗനവാടി. അതിനുശേഷം ഞാൻ വീട്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, കാന്താരി നല്ലതുപോലെ നിറയെ കാന്താരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ കപ്പ ഇങ്ങനെ ഉണക്കാനായിട്ട്, വാട്ടുകപ്പ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. കിണറിന് മുകളിലാണ് ഇങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കുന്നത്. പൂക്കളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ചെമ്പരത്തിയൊക്കെ നിറയെ ചെമ്പരത്തി പൂക്കളുണ്ട്. അല്ലെങ്കിൽ താളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം പിച്ചിയെടുക്കുമായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇല്ലാത്തത് കാരണം നിറയെ ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ട്. ചെമ്പരത്തി അങ്ങ് വളരെ മുകളിൽ പോയി. ഇത് ഇഞ്ചിയാണ് കേട്ടോ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഇഞ്ചി നമ്മുടെ വീട്ടിലെ അച്ഛൻ കുറച്ച് മുറ്റത്തിങ്ങനെ നട്ടിരിക്കുന്നതാണ്. വലിയ കൃഷിയായിട്ടല്ല, കുറച്ച് ഇങ്ങനെ മുറ്റത്ത് നട്ടിരിക്കുന്നതാണ്. ഇഞ്ചിയാണത്. വീണ്ടും നമ്മൾ കണ്ടിട്ടുണ്ടോ, വാഴയുടെയൊക്കെ അത്രയും പൊക്കമുള്ള കാന്താരിയൊക്കെ നിൽപ്പുണ്ട്. നമ്മളിവിടെ കാന്താരി കൊല്ല എന്നാണ് അതിന് പറയുന്നത്. പിന്നെ റോഡിലാണ് കേട്ടോ ഓമ നിൽക്കുന്നത്. 2-3 ഓമയ്ക്കൊക്കെ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഓറഞ്ചാണ്. ഈ ഓറഞ്ചിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി കഴിച്ച ഓറഞ്ചിൻ്റെ അരി ഞങ്ങൾ പാകിയതാണ്. ഇമ്മക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഓരോ തൈ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് വീടൊക്കെ ഇല്ലാത്തത് കാരണം ഇനി വീടൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ഇവളെ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഇത് നിറയെ ബന്ദിപ്പൂക്കളൊക്കെ നിൽപ്പുണ്ട്. കറ്റാർ വാഴ ഒക്കെ നിൽപ്പുണ്ട്. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണില്ല, ഇത്രയൊന്നും വളരില്ല. പിന്നെ ഇതായിട്ട് കുടമുല്ല നിൽപ്പുണ്ട്. സീസൺ ആകുമ്പോൾ നിറയെ പൂക്കളായിരിക്കും. ഇപ്പോൾ ഇമ്മക്കുട്ടി അവിടെ ഇല്ലാത്തത് കാരണം ഇമ്മക്കുട്ടിക്ക് അതൊക്കെ മിസ് ചെയ്യും. അങ്ങനെ പിന്നെ ഇതൊക്കെ അമ്മയുടെ ചെറിയ ചെറിയ കൃഷിയൊക്കെയാണ്. വഴുതനങ്ങയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഇത് ചീരയൊക്കെ ഇച്ചിരി മൂത്ത് പോയെന്ന് തോന്നുന്നു. അപ്പോൾ കൃഷ്ണ തുളസി. പിന്നെ കാണുന്നത് റോസാപ്പൂവാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് റോസ. അപ്പോൾ അത് ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. കറിവേപ്പ്. ഈ പിങ്ക് റോസ് ആണെങ്കിൽ ഞങ്ങളുടെ കല്യാണ സമയത്ത്, എൻഗേജ്മെൻറ്റ് സമയത്ത് ഇവിടെ വന്നവരെല്ലാം കൊണ്ടുപോയതാണ്. പക്ഷേ നീ അത് പിടിച്ച് കിട്ടിയില്ല എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. ഇത് റംബൂട്ടാനാണ്. ഇത് ആത്തയാണ് കേട്ടോ. ആത്തയിൽ ഇപ്പോൾ കായ കുറവാണ്. ഇടയ്ക്ക് ഞാൻ റോഡിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു കായ നിൽപ്പുണ്ടായിരുന്നു, അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് മരമായിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിയ ഒരു ചെടിയാണ്, നല്ല വയലറ്റ് പൂക്കളുള്ള. അതിൻ്റെ പേരറിയില്ല. ഇമ്മക്കുട്ടി ഇടയ്ക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൂപ്പൻ രാവിലെ വന്നപ്പോൾ ഫ്രണ്ടിൽ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കിയൊക്കെ കൊടുത്തു. കണ്ണിലോട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് മുടിയൊക്കെ വെട്ടി റെഡിയാക്കി കൊടുത്തു. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇത് ഇമ്മക്കുട്ടിയുടെ കാറാണ്. ഇതൊക്കെ വീട്ടിലാണുള്ളത്, എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും റോഡിൽ തുളസിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പനിക്കുറുക്ക നിൽപ്പുണ്ട്. നേരത്തെ നിറയെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കയ്യാലയുടെ സൈഡിൽ കൂടെ റോഡിലോട്ട് ഒരുപാട് കിടപ്പുണ്ടായിരുന്നു.
ഞാനൊരു പിടി എടുത്തു. എപ്പോഴും ആവശ്യം വരും ഇമ്മക്കുട്ടിക്ക്. എനിക്ക് എപ്പോഴും പനിയും തുമ്മലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു പിടി ഞാൻ എടുത്തു. അപ്പോൾ അതിന് ശേഷം വീടിൻ്റെ സൈഡിൽ തന്നെ ഒരു വാഴ കുലച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇത് കുരുമുളകാണ്. കുരുമുളക് കൊടി എന്നാണ് ഞങ്ങളിവിടെ പറയുക. അപ്പോൾ നമ്മുടെ ഒരു വരിക്കപ്ലാവിലാണ് ഇതിങ്ങനെ പടർന്ന് കിടക്കുന്നത്. അങ്ങനെ അത് കുരുമുളകുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഞാനതിൽ നിന്ന 2 പറിച്ച് ഇങ്ങനെ കാണിച്ചു തരാം. ഇതേ നോക്കിക്കേ, ഇതാണ് കുരുമുളക്, പച്ച കുരുമുളക് ഉണ്ടായി വരുന്നത്. അത് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ നോക്കിയപ്പോൾ നമ്മുടെ വരിക്കപ്ലാവിൽ ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുരുമുളകിൻ്റെ ഇലയാലിങ്ങനെ മറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ചക്ക ഉണ്ടായി വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഉണ്ടമുളകൊക്കെ പറിച്ചു. കുറേ കാന്താരിയൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് കേട്ടോ, കൊണ്ടുവരാനായിട്ട്. അച്ചാറൊക്കെ ഇടാനും ഉണക്കിയൊക്കെ വെക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഉണ്ടമുളകാണിത്. കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയും പറിച്ചു. അതിനുശേഷം ഇതൊക്കെ കപ്പ നട്ടിരിക്കുന്നതാണ് അച്ഛൻ വീടിൻ്റെ സൈഡിൽ. ഒത്തിരി പറമ്പൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് എല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഒരു പേരയായിരുന്നു അത്. ഇപ്പോൾ പേരയ്ക്ക കൊള്ളാത്തത് കാരണം അത് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാന്താരിയൊക്കെ പറിച്ചു. പിന്നെ കുറേ കറ്റാർ വാഴയൊക്കെ എടുത്തു എനിക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ തന്നെ ഇത്രയും കാന്താരി ഉണ്ട് കേട്ടോ കൊണ്ടുപോകാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോളുമായിട്ട് ഇമ്മക്കുട്ടി ഭയങ്കര കളിയായിരുന്നു. മുത്തുമണി എന്നാണ് പേര്. ഇമ്മക്കുട്ടിയെക്കാട്ടി 6 മാസത്തിൻ്റെ എളുപ്പം മാത്രമേ ഉള്ളൂ. ഇത് അക്കുത്തിക്ക് താനുവരമ്പ കളിക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് മുത്തുമണി കേൾക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷമാണ് കാണിക്കുന്നത്. അപ്പോൾ മുത്തുമണിയും അത് പറയാനായിട്ട് പിന്നീട് ശ്രമിച്ച് നോക്കുന്നുണ്ട്. മുത്തുമണി നേരത്തെ ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ അടുത്തിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാൾ കൂടി കണ്ടപ്പോൾ കുറച്ചുകൂടെയൊക്കെ വളർന്നില്ലേ, അപ്പോൾ വീണ്ടും അടുത്തു. നല്ലതായിട്ട് ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോരുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ മഞ്ജു വാര്യരുടെയും രജനികാന്തിൻ്റെയും പുതിയ സിനിമയിലെ പാട്ടിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. കുറേ നേരം രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്, രസമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അപ്പച്ചിയുടെ വീടും അടുത്ത് തന്നെയാണ്. അവിടെ ജസ്റ്റ് ഒന്ന് കയറി തിരിച്ച് അപ്പച്ചിയുടെ വീട്ടിലും ജസ്റ്റ് ഒന്ന് കയറി തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഈ പൂക്കൾ നിൽക്കുന്ന കണ്ടു. ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ തന്നെ അത് പറിച്ചുകൊണ്ട് പോന്നു. മാല കെട്ടി. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് തലയിൽ വെച്ച് കൊടുക്കാനായിട്ട് മാല കെട്ടി. ഇങ്ങനെ പൂമാല കെട്ടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുഞ്ഞിലെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ കനകാമ്പര പൂവില്ലേ, ലേഡീസ് പൂവ്, അതൊക്കെയായിരുന്നു പൂക്കളൊക്കെ കെട്ടി വെച്ചിരുന്നത്. പാലപ്പൂവൊക്കെ നമ്മുടെ വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു, പൂജയ്ക്ക് എടുക്കുന്ന പാലപ്പൂവ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കെട്ടി കല്യാണപ്പെണ്ണ് എന്ന് പറഞ്ഞിട്ട് തറയിലൂടെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ മാലയൊക്കെ കെട്ടി ഞങ്ങൾ പോരാനൊക്കെ ഇനി റെഡിയാവുകയാണ്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ തലയിൽ പോരാൻ നേരം ഇത് ചൂടിക്കൊടുത്തു. അങ്ങനെ നമ്മൾ പോരുവാണ്. തിരിച്ച് ഞങ്ങൾ ഫുള്ള് ബസ്സിലായിരുന്നു പോരുന്നത്. അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. ഒരു 2-3 ബസ് കയറിയൊക്കെ ആണ് നമ്മൾ ഇങ്ങനെ എത്തിയത്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചെത്താറായപ്പോൾ എടുത്ത വീഡിയോ ആണ്. തിരിച്ച് നമ്മൾ വീട്ടിലെത്താറായപ്പോഴത്തേക്കും ഇത് എടത്തുവ പള്ളിയാണ് കേട്ടോ. എടത്തുവ പള്ളിയുടെ അവിടെ ബസ് നിർത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ പൂവൊക്കെ തന്നെ ഉറങ്ങി ചതഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെത്താറായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെത്താറായപ്പോഴത്തേക്കും സന്ധ്യ ആകാറായിരുന്നു. അന്നേരത്തെ ആ ഒരു പിന്നെ വയലേലകളുടെ കാഴ്ചയും നല്ല ഭംഗിയുള്ള, രാവിലത്തെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള, വ്യത്യസ്തമായ ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ സമയം സന്ധ്യയെ പുൽകാറായി. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സന്തോഷമായിരിക്കുക. അപ്പോൾ വൈകുന്നേരത്തെ ഈ ഒരു കാഴ്ച നമുക്ക് എപ്പോഴും ആനന്ദം പകരുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു നാട്ടുകൂട്ടമാണ്. പണ്ട് തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വയലേലകളുടെ കാഴ്ച കണ്ട് ഇങ്ങനെ പോകുന്നത് മനസ്സിനൊരു ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.